ഹായ്, നമ്മളിന്നിവിടെ പറയുന്നത് ലേബർ റൂം ഡെയിലി പ്രോസസ്സുകളാണ്. നമ്മുടെ ലേബർ റൂമിൽ എല്ലാ ദിവസവും നടക്കേണ്ട അല്ലെങ്കിൽ യൂഷ്വലി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. മോർണിംഗ് ഷിഫ്റ്റിൽ പ്രീ ഷിഫ്റ്റ് ഹാൻഡ് ഓവർ, മുമ്പത്തെ ഷിഫ്റ്റിലെ ഹാൻഡ് ഓവർ എടുക്കുക. റിവ്യൂ ഹാൻഡ് ഓവർ നോട്ട്സ് ഫ്രം ദി പ്രീവിയസ് ഷിഫ്റ്റ്. എന്തൊക്കെയാണോ നമ്മുടെ പെൻഡിങ്ങുകൾ ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണോ കംപ്ലീറ്റ് ആയത് അത് കൃത്യമായിട്ട് അടുത്ത ഷിഫ്റ്റുകാർ എന്ത് ചെയ്യാം, ഹാൻഡ് ഓവർ എടുക്കുക. അതിന് ഹാൻഡ് ഓവർ ബുക്ക് നമുക്കുണ്ട്. ആ ഹാൻഡ് ഓവർ ബുക്ക് നോക്കി കൃത്യം ആളുകൾ റിസീവ് ചെയ്യാം. ഇന്ന സംഗതികൾ ഹാൻഡ് ഓവർ കിട്ടിയിട്ടുണ്ടെന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഹാൻഡ് ഓവർ കൊടുത്തിട്ടുണ്ടെന്ന് എഴുതി വെച്ചതിന് ശേഷം സൈൻ ചെയ്യാം. ദെൻ സ്റ്റാഫ് അലോക്കേഷൻ. നമുക്ക് നമ്മുടെ ലേബർ റൂം അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ കോംപ്ലക്സ് ഇതെല്ലാം വരുന്നത് ഒരേ കോംപ്ലക്സിലാണ്. അതായത് ലേബർ റൂം, OT, ICU, NICU ഇതെല്ലാം വരുന്നത് ഒരേ കോംപ്ലക്സിലാണ്. സോ നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ പോകുന്നത് ഓരോ ഏരിയകളിലെയും അവരുടെ സ്റ്റാഫ് അലോക്കേഷൻ ആൻഡ് ഓൾ തിങ്സ്, ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകും. ഓക്കെ, ഒന്ന് സ്റ്റാഫ് അലോക്കേഷൻ. അസൈൻ ഡ്യൂട്ടീസ് ഫോർ ദ ഡേ. ഒരു ദിവസത്തെ ഡ്യൂട്ടികൾ അസൈൻ ചെയ്ത് കൊടുക്കുക ഓരോരുത്തർക്ക്. അല്ലെങ്കിൽ അസൈൻ ചെയ്ത് വെച്ചപ്പോ ഒരു ചാർജ് ഉള്ള ആൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇൻക്ലൂഡിങ് മോണിറ്ററിങ്, അസിസ്റ്റിംഗ് വിത്ത് ഡെലിവറീസ് ആൻഡ് ഡോക്യുമെന്റേഷൻ. മോണിറ്ററിങ്ങും ഡെലിവറി അസിസ്റ്റൻസും ഡോക്യുമെന്റേഷനും എല്ലാ ദിവസവും നടക്കുന്ന പ്രോസസ്സുകളാണ്. അതങ്ങനെ തന്നെ ഫോളോ ചെയ്യുക, സ്റ്റാഫിനെ അലോക്കേറ്റ് ചെയ്യുക. എക്യുപ്മെന്റ് ചെക്ക്. വെരിഫൈ the availability and functionality of fetal monitors, Dopplers, oxygen supply, suction apparatus and warmers. ഇത്രയും ഈ മെറ്റീരിയൽസ് അഡീഷണൽ വേറെ ഏതെങ്കിലും നോർമൽ ഇപ്പോൾ സ്റ്റെത്ത് അല്ലെങ്കിൽ അതേപോലെ തന്നെ BP അപ്പാരറ്റസുകൾ ഈ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മോണിറ്റേഴ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും അതിന്റെ കൂടെ കൊണ്ടുവരിക. ഒരു ഉദാഹരണത്തിന് പറഞ്ഞ മെയിൻ സംഗതികളാണ് ഇതെല്ലാം. ഫീറ്റൽ മോണിറ്റർ വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഡോപ്ലേഴ്സ് അല്ലെങ്കിൽ അതിന്റെ കേബിളുകൾ ഇതൊക്കെ എല്ലാ ദിവസവും വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്സിജൻ സപ്ലൈ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ അപ്പാരറ്റസ് വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തുക. വാമേഴ്സ് എല്ലാം കൃത്യമായിട്ട് വർക്കിംഗ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മോർണിംഗ് ഷിഫ്റ്റിലെ കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. ഒന്ന് പ്രീ ഷിഫ്റ്റ് ഹാൻഡ് ഓവർ, രണ്ട് സ്റ്റാഫ് അലോക്കേഷൻ ഇൻക്ലൂഡിംഗ് മോണിറ്ററിംഗ്, അസിസ്റ്റിംഗ് ഡെലിവറീസ് ആൻഡ് ഡോക്യുമെന്റേഷൻ പർപ്പസ്. പിന്നെ ഉള്ളത് എക്യുപ്മെന്റ് ചെക്ക്. ഇതിലുള്ള ആളുകളെ കൊണ്ട് എന്ത് ചെയ്യുക, എക്യുപ്മെന്റ്സ് എല്ലാം ചെക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ആരാണോ ചെയ്യുന്നത് ഓരോരുത്തരും ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ ഈ ഫീറ്റൽ മോണിറ്റേഴ്സ് അല്ലെങ്കിൽ അവരവരുടെ ഏരിയയിലുള്ള എന്താ പറയാ മെറ്റീരിയൽ എക്യുപ്മെന്റ്സ് വർക്കിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. നാലാമത് പേഷ്യന്റ് അസസ്മെന്റ്. ഇവിടെ മുതലാണ് നമ്മൾ പേഷ്യൻസിന്റെ ഇപ്പോൾ നമ്മൾ വന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ പേഷ്യന്റിനെ കണ്ടു, പേഷ്യന്റ് വരാൻ തുടങ്ങി. മോണിറ്റർ വൈറ്റൽ സൈൻസ് ആൻഡ് ദ ഫീറ്റൽ ഹേർട്സ് റേറ്റ് ആൻഡ് അഡ്മിറ്റഡ് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുക, വൈറ്റൽസ് മോണിറ്റർ ചെയ്യുക. അത് ഡോക്ടേഴ്സ് ഓർഡർ പ്രകാരം എങ്ങനെയാണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ മോണിറ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ ഫീറ്റൽ ഹാർട്ട് റേറ്റ്സും മോണിറ്റർ ചെയ്യുക. നമ്മൾ അതിനുള്ള എക്യുപ്മെന്റ്സ് നമുക്കുണ്ടല്ലോ, അത് വെച്ചിട്ട് ഫീറ്റൽ ഹാർട്ട് റേറ്റ്സ് മോണിറ്റർ ചെയ്യുക. പ്രിപ്പറേഷൻ ഫോർ ഡെലിവറീസ്. അഞ്ചാമത്തെ കാര്യം ഡെലിവറിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ്. എൻഷുർ ഡെലിവറി ട്രേസ് ആൻഡ് എമർജൻസി മെഡിക്കേഷൻസ് ആർ റെഡി. ഡെലിവറിക്ക് വേണ്ട, ഒരു ഡെലിവറിക്ക് 1 or 2 ഡെലിവറിക്ക് വേണ്ട ട്രേകൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റെറൈൽ ലൈനേഴ്സ്, ഗ്ലൗസ്, ഇൻസ്ട്രുമെന്റ്സ് ഇതെല്ലാം ചെക്ക് ചെയ്യാം. അതിനുവേണ്ട സംഗതികളെല്ലാം കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഡോക്യുമെന്റേഷൻ, അപ്ഡേറ്റ് മെഡിക്കൽ റെക്കോർഡ്സ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനനുസരിച്ച് തന്നെ അവരുടെ ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം കഴിഞ്ഞ് ഓർത്തെടുത്ത് ചെയ്യാനല്ല ചെയ്യേണ്ടത്, കൃത്യമായിട്ട് ഓരോ സമയത്തും ഓരോന്നും അപ്ഡേറ്റ് ചെയ്യുകയും ആരാണോ അപ്ഡേറ്റ് ചെയ്തത് അത് ഡോക്യുമെന്റേഷൻ എന്നുള്ള ആൾ കൃത്യമായി സൈൻ ചെയ്യുകയും വേണം. ഇൻഫെക്ഷൻ കൺട്രോൾ, സ്റ്റെറൈൽ, സാനിറ്റൈസ് ആൾ ഏരിയാസ്. ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ഭാഗമായിട്ട് 7ാമത്തെ കാര്യം പറയുന്നത് എല്ലാ ഏരിയകളും സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതായത് നമുക്ക് അതിനുള്ള ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്സ് ഉണ്ട്. അതിന്റെ കൂടാതെ സാനിറ്റൈസേഷൻ ഏരിയകളൊക്കെ നഴ്സിംഗ് സ്റ്റാഫിൽ തന്നെയാണ് കൂടുതലായിട്ടും ഈ ഏരിയയിൽ ചെയ്യുക. ഡിസ്പോസ് ദ മെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ദി പ്രോട്ടോകോൾ. അതായത് ഇമാജിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച്
നമുക്ക് ഈ വേസ്റ്റ് സാഗ്രിഗേഷൻ അല്ലാണ്ട് ഓരോ കളർ കോഡുകൾ വെച്ചിട്ട് സാഗ്രിഗേഷൻസ് ഉണ്ട്. അത് നമ്മൾ ഓരോ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഇമാജിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് അഗെയിൻ മോണിറ്റർ പ്രോഗ്രസ്. അതായത് ഒരു പേഷ്യന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ഓൺഗോയിങ് ലേബർ കേസസ്, അപ്ഡേറ്റ് ചാർട്ട്. അവരുടെ ഓൺഗോയിങ് ലേബർ കേസ് ഉണ്ടെങ്കിൽ അവരുടെ റെക്കോർഡ്സ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുക, അവരുടെ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ചാർട്ട് ചെയ്യുക, അതായത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. അസിസ്റ്റ് വിത്ത് ഡെലിവറീസ്, ഡെലിവറിക്ക് വേണ്ട അസിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോണിറ്റർ ചെയ്ത് ഒരു പേഷ്യന്റ് നെക്സ്റ്റ് ഇപ്പോൾ പ്രീ ഡെലിവറിയിൽ നിന്നും ആക്റ്റീവ് ലേബറിലേക്ക് പോകുന്നു. അവർക്ക് അവിടെ അസിസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവുമല്ലോ, അവരാണ് ഇതിന് വേണ്ട ടെക്നിക്സ്. ഇപ്പൊ ഡെലിവറി ടെക്നിക്സ് ഒക്കെ ഉണ്ട്, ഓരോ മെത്തേഡ്സ് ഉണ്ട്. എൻഷുർ ദ അഡ്വാൻസ് ഓഫ് ആസ്പെക്ട് ടെക്നിക്സ്, അതായത് ഡെലിവറിക്ക് വേണ്ട ടെക്നിക്കുകൾ സപ്പോർട്ട് ചെയ്യുക. അതായത് ടൈപ്പ് ഓഫ് നിങ്ങളുടെ മെഡിക്കൽ ഏരിയയിലുള്ള സംഗതികളൊക്കെ എല്ലാ ദിവസവും അത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഏതൊക്കെ മെഡിക്കൽ ടെക്നിക്സ് ആണ് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുക, അതിൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതൊക്കെ ഡോക്ടേഴ്സിനോട് ഇൻഫോം ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഈ ഏരിയയിലുള്ള പഠനങ്ങളും അല്ലെങ്കിൽ അതിങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ് ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും. ആ ഏരിയയിൽ വർക്ക് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറീസ് വരുമ്പോൾ അതിനെ അസിസ്റ്റ് ചെയ്യുന്നു. ദെൻ അത് ഫ്രീ ആയ സമയത്ത് ആ ഭാഗങ്ങളെല്ലാം അപ്പ് ആൻഡ് റണ്ണിങ്. അത് എനി ടൈം ഇങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും എമർജൻസീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. ദെൻ പോസ്റ്റ് ഡെലിവറി കെയർ, മോണിറ്റർ മദർ ആൻഡ് ബേബി, മദറിനെയും ബേബിയെയും മോണിറ്റർ ചെയ്യാം. ഇപ്പൊ ഒരാൾ വന്നു, നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തു, പേഷ്യന്റ് മോണിറ്റർ ചെയ്തു, ലേബർ ഓൺഗോയിങ് ലേബർ ആണ്, അത് നെക്സ്റ്റ് ആക്റ്റീവ് ലേബറിലേക്ക് പോയി, അവരെ ഡെലിവറി കഴിഞ്ഞു, ബേബിയെ മാറ്റി, ബേബിയെ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ വളരെ വൃത്തിയായിട്ട് അവരെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയി. ദെൻ മദറിന്റെ എല്ലാ കാര്യങ്ങളും, അതിന്റെ ലേബർ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു, അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. ദെൻ അസിസ്റ്റ്, പ്രത്യേകിച്ച് കുട്ടിക്കും അമ്മക്കും യാതൊരു പ്രയാസങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ ബ്രസ്റ്റ് ഫീഡിങ് അവരെ അസിസ്റ്റ് ചെയ്യുക. ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ തുടക്കത്തിന് വേണ്ടിയിട്ട് അവരെ ഒന്ന് അസിസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ദെൻ റീസ്റ്റോക്കിംഗ്. ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കുറെ സംഗതികൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, കൺസ്യൂമബിൾസ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവല്ലോ. അതിന്റെ റീസ്റ്റോക്കിംഗ് ആണ് അടുത്ത കാര്യം. നമ്മൾ അതിന്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റന്റ് എഴുതിയിട്ട് നമുക്ക് അവിടെ ഒരു 5 or 10 ഡെലിവറികൾ നടക്കാനുള്ള സ്റ്റോക്ക് നമ്മൾ അതിലുണ്ടാവും. ആ സ്റ്റോക്കിൽ നിന്നാണ് ഇതൊക്കെ എടുക്കുക. ദെൻ നമ്മൾ ആ റീസ്റ്റോക്ക് ചെയ്യേണ്ടത് അതിന്റെ ഇന്റന്റ് എഴുതി വിടുന്നു, പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിന്റെ കൊടുക്കുന്നു, അവര് മെറ്റീരിയൽസ് നിങ്ങളെ ഏൽപ്പിക്കുന്നു. ആരാണ് ഏൽപ്പിച്ചത്, ആരാണ് ഹാൻഡ് ഓവർ ചെയ്തത്, കൃത്യമായി ഏൽപ്പിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിലെല്ലാ മെറ്റീരിയൽസും നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്റന്റ് കൊടുത്ത എല്ലാ സാധനങ്ങളും അതിലുണ്ടോ, ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആ ഏരിയയിലുള്ള സ്റ്റാഫുകളാണ്. കൃത്യം അവർ പോയ നോട്ട് തിരിച്ചു വന്ന ബില്ല് അത് ഡബിൾ ചെക്ക് ചെയ്യുന്നു, എല്ലാ സംഗതിയിലും കിട്ടിയെന്ന് ഉറപ്പുവരുത്തുകയും അത് ഫയലിൽ നോട്ട് ചെയ്യുകയും ചെയ്യുക. ഡോക്യുമെന്റേഷൻ, റെക്കോർഡ് എനി കോംപ്ലിക്കേഷൻസ് ഓർ ഇന്റർവേഷൻസ്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസോ എന്തെങ്കിലും സംഗതികൾ അതിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്യാം, അത് ഡോക്യുമെന്റ് ചെയ്യാം. നൈറ്റ് ഷിഫ്റ്റിൽ ചെയ്യേണ്ടത് പേഷ്യന്റ് മോണിറ്ററിംഗ് ആണ്. കണ്ടക്ട് ദ ഹവർലി ചെക്ക് ഫോർ ദ അഡ്മിറ്റ് പേഷ്യൻസ്. അഡ്മിറ്റ് പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി ഹവർലി, ശരിക്കും ഹവർലി ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഈവൻ ദോ നമ്മൾ ഒരു പേഷ്യന്റിനെ ലേബർ റൂമിലേക്ക് കൊടുന്നു കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് ഉത്തരവാദിത്വവും അവിടെ ഉണ്ടാകുന്ന സ്റ്റാഫുകളുടേതാണ്. സോ അവർ എങ്ങനെയാണ് അതിന്റെ മോണിറ്റർ ചെയ്യേണ്ടത് കൃത്യമായിട്ട്. പേഷ്യൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുക. ഇൻഡിവിജ്വൽ കെയറിനാണ് എല്ലാവർക്കും കൊടുക്കേണ്ടത്. ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുക, ഹവർലി എങ്കിലും അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. ഓക്കെ. ദെൻ എമർജൻസി മാനേജ്മെന്റ്, പ്രിപ്പയർ ആയിരിക്കുക. എമർജൻസി ഡെലിവറികൾക്കും അതേപോലെ തന്നെ എമർജൻസി ഡെലിവറി പ്രോട്ടോകോൾസ്. ഇപ്പോൾ ചില എമർജൻസി ഡെലിവറികൾ വരും പല കണ്ടീഷനിൽ. ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു മെക്കോണിയം പാസ് ചെയ്ത കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അവരോട് ചിലപ്പോ എത്തേണ്ട സമയത്ത് എത്താത്ത പേഷ്യൻസ് ഉണ്ടാവും. കൃത്യസമയത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് അഡ്മിഷൻ ആവാത്ത, എന്നാൽ അവർക്ക് ഏകദേശം ടൈം ആയിട്ടുണ്ടാവും. അപ്പോൾ അവർ ഡിലേ ആയി വരികയാണെങ്കിൽ അതെങ്ങനെ അതിനുവേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിന്റെ പ്രിപ്പറേഷൻ മെത്തഡോളജി എന്താണ്, ആ മെത്തഡോളജി എങ്ങനെ പേഷ്യന്റ് ബൈസ്റ്റാൻഡറോട് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഇതിലൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഏരിയയാണ്.
നമ്മൾ എമർജൻസി ആയിട്ട് വർക്ക് ചെയ്യുകയും എമർജൻസി ആയിട്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു. കുട്ടിയുടെയും അമ്മയുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു. പക്ഷെ അത് കൃത്യമായിട്ട് പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. അവരത് നോർമൽ കേസ് എന്നുള്ള രീതിയിലാണ് എടുക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ഗുരുതരാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ദെൻ വാട്ട് ഇസ് ദ കണ്ടീഷൻ, എന്താണ് പേഷ്യന്റ് കണ്ടീഷൻ എന്ന് ഓരോ ഇടവേളകളിലും അവരോട് പേഷ്യൻസിനോടോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡറുകളോട് കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എല്ലാ നൈറ്റ് ഷിഫ്റ്റിലും എമർജൻസി ഡെലിവറിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ റെഡി ആയിട്ട് ഇരിക്കുക. അപ്പൊ അതിന്റെ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. എക്യുപ്മെന്റ് മെയിൻ്റെനൻസ്, എൻഷുർ ആൾ എക്യുപ്മെന്റ്സ് ഇസ് വർക്കിംഗ് കണ്ടീഷൻ ഫോർ ദ നെക്സ്റ്റ് ഷിഫ്റ്റ്. അപ്പൊ നൈറ്റ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ തിരക്കുണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ എക്യുപ്മെന്റ്സ് എല്ലാം ഡബിൾ ചെക്ക് ചെയ്യുക, എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് ഉറപ്പുവരുത്തുക. ദെൻ ഫോർത്ത്, ഹാൻഡ് ഓവർ, ബ്രീഫ് ദ നെക്സ്റ്റ് ഷിഫ്റ്റ് അബൌട്ട് ദ പേഷ്യന്റ് സ്റ്റാറ്റസ് ആൻഡ് പെൻഡിങ് ടാസ്ക്. അടുത്ത ഷിഫ്റ്റ് വരുമ്പോഴേക്കും പെൻഡിങ് ടാസ്ക്, അതേപോലെ തന്നെ നെക്സ്റ്റ് ഷിഫ്റ്റ് പേഷ്യൻസിനുള്ള സ്റ്റാറ്റസ്, ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് ഹാൻഡ് ഓവർ ബുക്കിൽ കൃത്യമായിട്ട് എഴുതി നോട്ട് ചെയ്ത് കൊടുക്കുകയും അത് റിസീവ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ഈ ഒരു ലേബർ റൂം അല്ലെങ്കിൽ ആ കോംപ്ലക്സിൽ നമുക്ക് വരുന്നത് ലേബർ റൂം ഉണ്ട്, പ്രീ ലേബർ, പോസ്റ്റ് ലേബർ ഇതെല്ലാം ഉണ്ട്. കൂടാതെ 2 OT ഉണ്ട്, പ്ലസ് ICU, NICU ഇതെല്ലാം കൂടി. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഏരിയയിലുള്ള എല്ലാവരുടെയും പ്രോസസ്, ഡെയിലി പ്രോസസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ ഓപ്പറേഷൻ തിയേറ്റർ, OT, ഡെയിലി പ്രോസസ്. അതിൽ ഒന്നാമത്തെ പ്രീ സർജറി, അതായത് നമുക്കിവിടെ ജനറൽ സർജറി, അതേപോലെ തന്നെ ഓർത്തോ, എല്ലുമായി ബന്ധപ്പെട്ട സർജറികൾ, പിന്നെ ഡെലിവറി, അതായത് ഗൈനക് സർജറികൾ, ഇതെല്ലാം ആണ് നമുക്കിവിടെ നോർമൽ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അതിനൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ പ്രീ സർജറിയിൽ വരുന്നത് പ്രിപ്പറേഷൻ, ഒന്നാമത് പ്രിപ്പറേഷൻ തന്നെയാണ്. സ്റ്റെറൈൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എൻഷുർ അവൈലബിലിറ്റി ഓഫ് സർജിക്കൽ കിറ്റ്സ്. സർജിക്കൽ കിറ്റ്സ് ഓരോ സർജറിക്കും വ്യത്യാസം ഉണ്ടാവും. ആ സർജിക്കൽ കിറ്റ്സ് അവൈലബിൾ ആണ് എന്ന് മുൻകൂട്ടി ഉറപ്പുവരുത്തുക. ദെൻ സ്റ്റെറൈൽ ആണ്, ഇൻസ്ട്രുമെന്റ്സ് എല്ലാം സ്റ്റെറൈൽ ആണെന്ന് ഉറപ്പുവരുത്തുക. കൺഫേം പേഷ്യന്റ് ഐഡന്റിറ്റി ആൻഡ് കൺസേൺ ഫോംസ്. പേഷ്യന്റ് പിന്നെ കൃത്യമായിട്ട് ആരാണ് പേഷ്യന്റ്, അവരുടെ ഐഡന്റിറ്റി എങ്ങനെയാണ്, കൃത്യമായിട്ട് ബാൻഡിൽ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണോ അവരുടെ കൺസേൺ ഫോംസ് എല്ലാം റെഡി ആണോ, ഇതെല്ലാം വെരിഫൈ ചെയ്യുക. വെരിഫൈ പ്രീ OP ചെക്ക് ലിസ്റ്റ്, പ്രീ ഓപ്പറേഷൻ തിയേറ്റർ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ്. ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഇതിന് മുമ്പ് പിന്നെ ചെക്ക് ചെയ്യേണ്ട, ഓപ്പറേഷന് മുമ്പായിട്ട് ചെക്ക് ചെയ്യേണ്ട, അത് വെരിഫൈ ചെയ്യാം. ഇൻക്ലൂഡിങ് ഫാസ്റ്റിംഗ് സ്റ്റാറ്റസ്, അവരുടെ ഫാസ്റ്റിംഗ് സ്റ്റാറ്റസ്, പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, മെഡിക്കേഷൻസ്, ഇതെല്ലാം മുൻകൂട്ടി അവരെ ഫയൽ നോക്കി ചെക്ക് ചെയ്യാം. എക്യുപ്മെന്റ് ചെക്ക്, ഒന്ന് എൻഷുർ അനസ്തേഷ്യ മെഷീൻ ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. മോണിറ്റേഴ്സ്, സക്ഷൻ സിസ്റ്റംസ് എല്ലാം ഫങ്ഷനിങ് ആണെന്ന് ഉറപ്പുവരുത്താം. ആസ്പെക്ട് പ്രിപ്പറേഷൻ, അതിൽ വരുന്നത് സ്ക്രബ്, ഗൗണ്, ഗ്ലൗ, ഈ സംഗതികളെല്ലാം അതിന് റെഡി ആണ് എന്ന് ഉറപ്പുവരുത്താം. സെറ്റപ്പ് എ സ്റ്റെറൈൽ ഫീൽഡ്, ഒരു സ്റ്റെറൈൽ ഏരിയ, നമ്മൾ ഏതായാലും ഓപ്പറേഷൻ തിയേറ്റർ കംപ്ലീറ്റ്ലി സ്റ്റെറൈൽ ആയിരിക്കും, സ്റ്റെറൈൽ ഏരിയ ആണെന്ന് ഉറപ്പുവരുത്താം. ഈ സ്റ്റെറൈൽ ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇതിന്റെ ഭാഗം അല്ലെങ്കിൽ കൂടി ഇതിൽ പറയാണ്, നമ്മൾ എല്ലാ ഒരു മാസവും അതിന്റെ സ്വാബ് എടുത്ത് ചെക്ക് ചെയ്ത് ഗ്രോത്ത് സംഗതികളൊക്കെ എല്ലാ ഏരിയകളിൽ നിന്നും, ഈവൻ വാൾ, ഈ ഓപ്പറേഷൻ തിയേറ്റർ ഏരിയ, ഇതൊക്കെ ചെക്ക് ചെയ്ത് സ്റ്റെറൈൽ ആണെന്ന് ഉറപ്പുവരുത്താറും അതിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യാറും ഉണ്ട്. ഡ്യൂറിങ് സർജറി, ഇപ്പൊ നമ്മൾ പ്രീ സർജറിയാണ് പറഞ്ഞത്. ഡ്യൂറിങ് സർജറി മോണിറ്റർ ദ പേഷ്യന്റ്, റെക്കോർഡ് വൈറ്റൽസ് ആൻഡ് അനസ്തേഷ്യ സ്റ്റാറ്റസ്. രണ്ടാമത് സർജന്മാരെ അസിസ്റ്റ് ചെയ്യുക, ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, പ്രൊവൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ് ആസ് റിക്വയർഡ്. ഇവർക്ക് വേണ്ട മെറ്റീരിയൽസ് എല്ലാം എടുത്തു കൊടുത്തിട്ട് എല്ലാ മെറ്റീരിയൽസും കൃത്യമായി കൊടുക്കുന്നതും എടുക്കുന്നതും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, മെയിൻറ്റെയിൻ ദ ആസ്പെക്ടിക് ടെക്നിക്സ് ത്രൂ ഔട്ട് ദ പ്രൊസീജിയർ. അതായത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യുക. ഈ സർജറിയിൽ വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലായ്പ്പോഴും നമ്മൾ ഈവൻ കോട്ടൺ, പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള ഗോസ്, പിന്നെ അതേപോലെ ഇൻസ്ട്രുമെന്റ്സ്, ഇതെല്ലാം കൗണ്ട് ചെയ്ത് വെക്കും. നിങ്ങൾ ഉപയോഗിക്കുന്നതും തിരിച്ചു വെക്കുന്നതും കൗണ്ട് ചെയ്തിട്ട് ആണ് വെക്കുക. എല്ലാം കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. പോസ്റ്റ് സർജറി ക്ലീൻ അപ്പ്, എല്ലാം ഏരിയയും ക്ലീൻ ആൻഡ്, നമ്മളെ സർജറി ഏരിയ എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഡിസ്പോസ് ദ ഷാർപ്പ് ആൻഡ് ബയോമെഡിക്കൽ വേസ്റ്റേജും മറ്റേ സൂചി, അതേപോലത്തെ സർജിക്കൽ ബ്ലേഡ്സ്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ
പ്രോട്ടോകോൾസ് അനുസരിച്ച് ഡിസ്പോസ് ചെയ്യുക. ദെൻ സാനിറ്റൈസ് ദ OT ആസ് പെർ ദി പ്രോട്ടോകോൾ. നമ്മളുടെ OT എങ്ങനെയാണോ നമ്മൾ പ്രോട്ടോകോളിൽ അതിന്റെ സാനിറ്റൈസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഓരോ കേസ് കഴിയുമ്പോഴും സാനിറ്റൈസ് ചെയ്ത് വെക്കുക. ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ടു റിക്കവറി ഓർ ICU വിത്ത് ദ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ. അവിടെ നിന്നും പേഷ്യന്റിനെ ICUയിലേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഏരിയ തന്നെ കംപ്ലീറ്റ് നോർമലി എല്ലായ്പ്പോഴും ICUയിലായിരിക്കും നമ്മൾ ഇതിനു വേണ്ടി, അതായത് ആഫ്റ്റർ സർജറി കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ കൃത്യമായ ഡോക്യുമെന്റേഷൻ കൂടി കീപ്പ് ചെയ്യുക. ദെൻ അങ്ങോട്ട് ആരാണോ സ്റ്റാഫ് ഉള്ളതിൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. റീസ്റ്റോക്കിംഗ് ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രോസസ്സ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, അവർക്ക് ഉപയോഗിച്ച കൺസ്യൂമേഴ്സ് സംഗതികളൊക്കെ റീസ്റ്റോക്ക് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യുക. അത് നമ്മൾ ഇന്റന്റ് ആയി എഴുതി കൊടുത്ത് അത് തിരിച്ചു കിട്ടി എന്ന് ഉറപ്പുവരുത്തുക. ദെൻ നമ്മൾ പോകുന്നത് NICU ഡെയിലി പ്രോസസ്, നിയോനാറ്റൽ ICUലെ ഡെയിലി പ്രോസസ്. ഒന്ന് മോർണിംഗ് ഷിഫ്റ്റിൽ പറയുകയാണെങ്കിൽ പ്രീ ഷിഫ്റ്റ് ഹാൻഡ് ഓവർ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ മുൻകൂട്ടി മുൻ കഴിഞ്ഞ ഏരിയയിൽ നിന്നും ഹാൻഡ് ഓവർ എടുക്കുക. അവർ എന്തൊക്കെയാണോ റിവ്യൂ ദ പേഷ്യന്റ് റെക്കോർഡ്സ് ആൻഡ് ക്രിട്ടിക്കൽ ഇഷ്യൂസ്. ഓക്കെ, 2 പേഷ്യന്റ് അസസ്മെന്റ്, മോണിറ്റർ വൈറ്റൽ സൈൻസ്, വെയിറ്റ്, ഫീഡിങ് സ്റ്റാറ്റസ്. അതേപോലെ തന്നെ ഇൻസ്പെക്ട് IV ലൈൻസ്. ഇപ്പോൾ ചെറിയ കുട്ടികളാണ്, ചിലപ്പോൾ കൈ വിഷയില്, കാലിനാണെങ്കിൽ കാല്, അതൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും അതിന് പ്രയാസം വന്നിട്ടുണ്ടോ എന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വെന്റിലേറ്റേഴ്സ് മോണിറ്റർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ മോണിറ്ററുകൾ സെപ്പറേറ്റ് മൾട്ടിപാര മോണിറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക. അത് കൃത്യമായിട്ട് വൈറ്റൽസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും അതിൽ മിസ്മാച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും എസ്കലേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ആ ഡ്യൂട്ടിയിലുള്ള ഏത് ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് ഇത് ഇൻഫോം ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഹൈജീൻ ആൻഡ് സേഫ്റ്റി. മെയിൻറ്റെയിൻ ദ ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ഐസൊലേറ്റ് ഇൻഫെക്റ്റഡ് കേസസ്. എന്തെങ്കിലും ഈ ഇൻക്യുബേറ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഐസൊലേറ്റഡ് ഇൻഫെക്റ്റഡ് കേസസ് ഉണ്ടെങ്കിൽ അത് ഒറ്റപ്പെടുത്തി ICUയിൽ തന്നെ ഒരു സ്പെഷ്യൽ ഏരിയയിലേക്ക് മാറ്റി വെക്കുകയും ചെയ്യുക. ബെഡ് ചേഞ്ച് ചെയ്യാം, ചേഞ്ച് ദ ബെഡിങ്സ് ആൻഡ് ക്ലീൻ എക്യുപ്മെന്റ്സ് എല്ലാം ഓരോ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിന് ശേഷം അത് സാനിറ്റൈസ് ചെയ്തിട്ട് വേണം അടുത്തൊരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഡോക്യുമെന്റേഷൻ, അപ്ഡേറ്റ് നഴ്സിംഗ് നോട്ട്സ് ആൻഡ് ചാർട്ട്. അത് ഓരോരുത്തരും കൃത്യമായിട്ടാണ് ഓരോ ഫീഡിങ് അല്ലെങ്കിൽ ഓരോ സംഗതികൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും അത് ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്യുക. ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് തന്നെയാണ്. അതിലും റെക്കോർഡ് ഹവർലി ഒബ്സർവേഷൻ, ഫാമിലി കമ്മ്യൂണിക്കേഷൻ, ബ്രീഫ് ദ പാരന്റ്സ് ആൻഡ് അബൌട്ട് ദ ബേബി സ്റ്റാറ്റസ്. ഓരോ മണിക്കൂറിലും അവരുടെ ഒബ്സർവേഷൻ ആൻഡ് റിസൾട്ടുകൾ ബൈസ്റ്റാൻഡേഴ്സിനോ അവർ പാരന്റ്സിനോ ഇൻഫോം ചെയ്യാം. എമർജൻസി മാനേജ്മെന്റ്, പ്രിപ്പയർഡ് ഫോർ ദ റെസിറ്റേഷൻസ് ഓർ വെന്റിലേറ്റർ അഡ്ജസ്റ്റ്മെന്റ്. എന്തെങ്കിലും നമ്മളിപ്പോ ബൈപാപ്പ് അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ സംഗതികളൊക്കെ എമർജൻസി മാനേജ്മെന്റ് റെഡിയാണ് എന്ന് ഉറപ്പുവരുത്തുക. അത് എന്തെല്ലാം എമർജൻസി കേസുകളാണോ ഒരു ICUയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, NICUയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ബോധവാന്മാരായിരിക്കുക. ഈ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഐഡിയ ആണ്. ഇതിന്റെ ഇന്റേണൽ മാറ്റർ ആണ് എമർജൻസി മാനേജ്മെന്റ് ഇൻ ICU. അത് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയും നിങ്ങളുടെ സീനിയർ സ്റ്റാഫുകളോട് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് കൃത്യമായ വിവരണങ്ങൾ എടുക്കുകയും അല്ലെങ്കിൽ ആ ട്രെയിനിങ് നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ അതും ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. ഓരോ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓരോ NICയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എമർജൻസി കേസസ് എന്തൊക്കെയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് രൂപത്തിലാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാവാൻ വഴിയുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ള കൃത്യമായ ധാരണ എല്ലാവർക്കും ആ NICയിലുള്ള എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ദെൻ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹാൻഡ് ഹൈജീൻ ഓഡിറ്റ്. കൃത്യമായി ഇപ്പൊ ബേബീസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, സോ നമ്മൾ കൃത്യമായി ഒരു ബേബി അല്ലെങ്കിൽ 2 ബേബി അല്ലെങ്കിൽ 4 ബേബി ഒക്കെ ഒരേ സമയം ഉണ്ടെങ്കിൽ ഓരോ ബേബീസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കൃത്യമായ ഹാൻഡ് ഹൈജീൻ കീപ്പ് ചെയ്യുക. മോണിറ്റർ സ്റ്റാഫ് അഡ്ഹൻസ് ടു PP പ്രോട്ടോകോൾസ്. ഈ നമ്മുടെ സ്റ്റാഫുകളെല്ലാം കൃത്യമായ PP അതായത് പ്രൊട്ടക്ഷൻ തിങ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മാസ്ക്, ഗ്ലൗ അല്ലെങ്കിൽ
ബാക്കിയുള്ള കംപ്ലീറ്റ് PPE കിറ്റ് പോലെ എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ഏരിയയിലുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള കുട്ടികളെ നോക്കുകയാണെങ്കിലോ കൃത്യമായിട്ട് ഈ സ്റ്റാഫുകളെല്ലാം PPE പ്രോട്ടോകോൾസ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഓരോ സ്റ്റാഫുകളും അത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ദെൻ നമ്മൾ പോകുന്നത് ICUയിലേക്കാണ്. ICUയിൽ ചെയ്യേണ്ടത് സെയിം മോർണിംഗ് ഷിഫ്റ്റിൽ ചെയ്യേണ്ടത് പേഷ്യന്റ് അസസ്മെന്റ്, അവിടെയുള്ള പേഷ്യൻസിനെ അസസ് ചെയ്യുക. അതായത് നമ്മൾ ഓൾറെഡി ഇതിലും വരും, ഒരു നൈറ്റ് ഷിഫ്റ്റിലുള്ള പേഷ്യന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡ് ഓവർ എടുക്കുക. ദെൻ പേഷ്യന്റ് അസസ്മെന്റ്, മോണിറ്റർ വൈറ്റൽ പാരാമീറ്റേഴ്സ്, റിവ്യൂ ദ മെഡിക്കൽ റെക്കോർഡ് ആൻഡ് അപ്ഡേറ്റ് ദ ചാർട്ട്. 2 എക്യുപ്മെന്റ് ചെക്ക്, ഇൻസ്പെക്ട് ദ വെന്റിലേറ്റേഴ്സ്, മോണിറ്റേഴ്സ്, ഡീഫിബ്രിലേറ്റേഴ്സ്, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഡബിൾ ചെക്ക് ചെയ്യുക, എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് ഉറപ്പുവരുത്തുക എല്ലാ ദിവസവും. ഡീഫിബ്രിലേറ്റേഴ്സ് ഒക്കെ അതിൽ തന്നെ ഡെമോ ഉണ്ട്. ഡീഫിബ്രിലേറ്റേഴ്സ് എല്ലായ്പ്പോഴും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ മെഷീനിൽ തന്നെ ഒരു സെൽഫ് ചെക്ക് ഡെമോ ഉണ്ട്. അത് ചെയ്തിട്ട് എല്ലാ ദിവസവും അത് അപ്ഡേറ്റഡ് ആണ്, മീൻസ് അത് വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് ഉറപ്പുവരുത്തുക. മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻസ് ആസ് പെർ ദ ഓർഡർ. ഡോക്ടേഴ്സ് ഓർഡർ നോക്കിയിട്ട് കൃത്യമായി മെഡിസിൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ചെക്ക് ഡ്രഗ് ഇന്ററാക്ഷൻസ് ആൻഡ് അലർജീസ്. ഇപ്പോ ചില പേഷ്യൻസ് ഡ്രഗ് ഇന്ററാക്ഷൻസ് ഉണ്ടോ നമ്മൾ അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം, അലർജീസ് ഉണ്ടോ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. ആൻഡ് കെയർ ഡെലിവറീസ്, പെർഫോം ദ സെക്ഷനിങ്, ഹൈജീൻ കെയർ ആൻഡ് പൊസിഷൻ ചേഞ്ച് എവറി 2 hours. അപ്പോൾ നമ്മൾ ചില കേസുകളൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് സെക്ഷൻ വേണ്ട ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഹൈജീൻ ക്ലീൻ ആയിരിക്കേണ്ട ആൾക്കാരുണ്ടാവും, പിന്നെ പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും. ഒരേ കിടപ്പ് കിടക്കുന്ന പേഷ്യൻസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ പേഷ്യൻസിനെ ഓരോ 2 hourലും അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. ജനറൽ കേസിലൊക്കെയാണ് അതിൽ വരാൻ സാധ്യതയുള്ളത്. ദെൻ ആഫ്റ്റർനൂൺ എമർജൻസി റെസ്പോൺസ്, ഹാൻഡിൽ കോഡ്സ്, അതായത് കാർഡിയാക് അറസ്റ്റ് എഫിഷ്യൻസി. കാർഡിയാക് അറസ്റ്റ് നമ്മുടെ എമർജൻസി റെസ്പോൺസിലുള്ള കോഡ്സ് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം എന്ന് ഉറപ്പുവരുത്തുക. അതായത് BLS ട്രെയിനിങ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ കോഡ് ബ്ലൂ, കോഡ് റെഡ്, കോഡ് ആ സംഗതികളെല്ലാം ഈ ICUയിലുള്ള സ്റ്റാഫ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തുക. ഫാമിലി അപ്ഡേറ്റ്സ്, ബ്രീഫ് അതറൈസ്ഡ് ഫാമിലി മെമ്പേഴ്സ് ഓൺ ദ പേഷ്യന്റ് സ്റ്റാറ്റസ്. ഓരോ ഹവർലി അല്ലെങ്കിൽ 2 hour കൂടുമ്പോഴെങ്കിലും കൃത്യമായ പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് അവരെ അതറൈസ്ഡ് ആരാണോ ഫാമിലി മെമ്പർ ആരാണോ അവർക്ക് അപ്ഡേറ്റ് ചെയ്യുക. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, എൻഷുർ ദ സ്ട്രിക്റ്റ് അഡറൻസ് ടു ഹാൻഡ് ഹൈജീൻ PPE പ്രോട്ടോകോൾസ്. കൃത്യമായ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ പാലിക്കുക. അതായത് സ്റ്റാഫുകൾ ആണെങ്കിൽ പോലും ഒരു പേഷ്യന്റ് നോക്കിയിട്ട് അടുത്ത പേഷ്യന്റ് നോക്കുമ്പോൾ കൃത്യമായ ഹാൻഡ് ഹൈജീൻ അല്ലെങ്കിൽ ബാക്കിയുള്ള PPE പ്രോട്ടോകോൾസ് കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യുമെന്നുള്ളതിന്റെ ട്രെയിനിങ് വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഓൺ സൈറ്റ് ട്രെയിനിങ് എടുത്തിട്ടോ വേണം ഇക്കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഹാൻഡ് ഓവർ, ഷെയർ ദ ഡീറ്റെയിൽഡ് പേഷ്യന്റ് അപ്ഡേറ്റ് വിത്ത് ദ നെക്സ്റ്റ് ഷിഫ്റ്റ്. ഓരോ ഷിഫ്റ്റും മാറുമ്പോൾ ആ പേഷ്യന്റെ കൃത്യമായ അപ്ഡേറ്റ്സ് നെക്സ്റ്റ് ഷിഫ്റ്റിലുള്ള ആൾക്ക് കൊടുത്തിരിക്കണം. ദെൻ CSSD, ഈ ഏരിയകളെല്ലാം നമ്മൾ പറഞ്ഞു. ലേബർ, OT, ICU, NICU. ഇതിന്റെയൊക്കെ മെയിൻ ഈ നമ്മളെ ഹൈജീൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ചെയ്യുന്നത് നമ്മളുടെ CSSDയിലെ പ്രോസസ് ആണ്. ആ CSSDയിൽ നടക്കുന്ന പ്രോസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. CSSD ഇൻ ഡെയിലി പ്രോസസ്. ഒന്ന് എക്യുപ്മെന്റ് കളക്ഷൻ, കളക്ട് യൂസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് ദം ടു CSSD. യൂസ്ഡ് ഐറ്റംസ് എല്ലാം ഇപ്പൊ നമ്മള് ലേബർ റൂമിലോ അല്ലെങ്കിൽ OTയിലോ മൈനർ OTയിലോ അല്ലെങ്കിൽ OPയിലോ എവിടെ ഉപയോഗിച്ച ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് CSSD എത്തിക്കുക. ഡീകണ്ടാമിനേഷൻ, വാഷ് ആൻഡ് ഡിസ്ഇൻഫെക്ട് ഇൻസ്ട്രുമെന്റ് മാനുവലി ഓർ യൂസിങ് മെഷീൻസ്. അതായത് ഡീകണ്ടാമിനേറ്റ് ചെയ്യാം, വാഷ് ചെയ്തിട്ട് എല്ലാ ഇൻസ്ട്രുമെന്റ്സും വാഷ് ചെയ്യുക. ഇൻസ്പെക്ഷൻ ആൻഡ് സോർട്ടിങ്, ചെക്ക് ഫോർ ദ ഡാമേജ് ഓർ വെയർ ഓൺ ഇൻസ്ട്രുമെന്റ്സ്. അതായത് ഡാമേജസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക ഓരോ ഇൻസ്ട്രുമെന്റ്സും, ഇതിനു വേണ്ട ഇൻസ്ട്രുമെന്റ്സും. ദെൻ പാക്കിംഗ്, സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ്. അതിൽ പാക്കിംഗ്, റാപ്പ് ദ ഇൻസ്ട്രുമെന്റ്സ് ഇൻ സ്റ്റെറൈൽ പാക്കിംഗ്. സ്റ്റെറിലൈസേഷൻ യൂസിങ് ഓട്ടോക്ലേവ്, ഓട്ടോക്ലേവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റെറൈൽ ചെയ്യാം. അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ബേസ്ഡ്, അത് ഐറ്റംസിനനുസരിച്ച്. ചിലപ്പോ നമ്മളുടെ എന്താ പറയാ സ്റ്റീലിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ നമുക്ക് ഓട്ടോക്ലേവ് ചെയ്യാം. ചിലത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഫൈബർ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് നേരിട്ട് ഓട്ടോക്ലേവിലേക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല. അതിന്റെ വേറൊരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ആൻഡ് റീ ഓട്ടോക്ലേവ് എക്സ്പയർഡ് ഓട്ടോക്ലേവ് ഐറ്റം, മുൻപ് ഓട്ടോക്ലേവ് ചെയ്തത്
എന്നാൽ അതിന്റെ മുകളിൽ നമ്മൾ ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും. അത് എക്സ്പയർ ആയി എന്ന് തോന്നുകയാണെങ്കിൽ എന്ന് കാണുകയാണെങ്കിൽ അത് വീണ്ടും എടുത്ത് ഓട്ടോക്ലേവ് ചെയ്യുക. ദെൻ ഫ്യൂമിഗേഷൻ ആവശ്യമായ ഓരോ ഏരിയയിൽ ഓരോ പേഷ്യൻസിന്റെ പ്രൊസീജിയർ കഴിയുമ്പോഴും അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ കൃത്യമായിട്ട് ഫ്യൂമിഗേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ദെൻ സ്റ്റോറേജ് സ്റ്റോർ സ്റ്റെറൈൽ ഐറ്റംസ് ഇൻ ഡെസിഗ്നേറ്റഡ് ഏരിയാസ്. സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയയിൽ വേണം ഈ സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർനൂൺ ആൻഡ് നൈറ്റ് ഷിഫ്റ്റിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. സപ്ലൈ ദ സ്റ്റെറൈൽ ഐറ്റംസ് ടു വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ സ്റ്റെറൈൽ ചെയ്ത് വെച്ച ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഡോക്യുമെന്റേഷൻ മെയിൻറ്റെയിൻ ദ സ്റ്റെറിലൈസേഷൻ ലോങ് ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് എല്ലാം കൃത്യമായിട്ട് ലോങ് ബുക്കിൽ എഴുതി കൃത്യമായിട്ട് കൊണ്ടുപോവുക. ദെൻ മെയിൻ്റനൻസ് ഇൻസ്പെക്ട് ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ എക്യുപ്മെന്റ്സ്. എല്ലാ ഇൻസ്ട്രുമെന്റ്സും ക്ലീൻ ആണ്. മെയിൻ്റനൻസ് അതിന്റെ സ്റ്റെറൈൽ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ക്ലീൻ ആണ്, നീറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതിന് മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും നമ്മളെ ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ആ കോംപ്ലക്സിൽ ഇപ്പൊ ലേബർ റൂം ആൻഡ് OT ICU NICU എന്നുള്ള ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. ഒരു ദിവസത്തെ ഡെയിലി പ്രൊസീജിയർ ഓരോരുത്തരുടെയും എവിടെയാണോ പോസ്റ്റിംഗ് എന്നനുസരിച്ച് അവരുടെ ഡെയിലി റൊട്ടീൻസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പൊ ഏകദേശം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ് നിങ്ങൾക്ക് കിട്ടും. പ്രോസസ്സാണിത്. ദെൻ അതിലുള്ള ഡൊമൈൻ ട്രെയിനിങ്, ഓരോ ഏരിയയിൽ ടെക്നിക്കലി എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള ഡൊമൈൻ ട്രെയിനിങ് അഡീഷണൽ ആയിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. താങ്ക് യു.